Okay, next we are going to discuss about the Android operating system. Android operating system, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it is a Linux based operating system. Linux based operating system ആണ്. So ലിനക്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആണ്. It is primarily designed for touchscreen mobile devices such as smartphones and tablet computers. മോസ്റ്റ് ഓഫ് ദ ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺസിലെല്ലാം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആണ് അല്ലേ. അതായത് നമ്മുടെ മൊബൈൽ ഫോൺസിൽ ഫ്രം സിംബിയൻ OS ടു ഇപ്പം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരെ എത്തിയിരിക്കുന്നു അല്ലേ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഫോണിൻ്റെ കേസ് തന്നെ എടുത്താൽ മതി. എന്താണ് ഒരു ഇൻ്റർഫേസ്, ഒരു സ്ക്രീൻ ഇൻ്റർഫേസ് തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്തൊക്കെയുണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഫീച്ചേഴ്സ് മീൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ operating system, Android operating system. Okay, the Android is software that was founded in Palo Alto of California in 2003. The Android is a powerful operating system and it supports many applications in smartphones. These applications are more comfortable and advanced for users. That is very user friendly ആണല്ലേ. GUI ആ ഒരു സ്ക്രീൻ ഇൻ്റർഫേസ് തന്നെ യൂസ്ഫുൾ ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. The hardware that supports Android software is based on ARM architecture platform. The Android is an open source operating system, means it is free and anyone can use it. കാരണം ലിനക്സ് ആയതുകൊണ്ട് അതേപോലെ ഓപ്പൺ സോഴ്സ് ആണ്, പിന്നെ മൾട്ടി ടാസ്കിങ് ആണ്, മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആൻഡ് മോർ ഓവർ ഇറ്റ് സപ്പോർട്ട്സ് ദ ഫുൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. JDK ആ കിറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഒരു ഫുൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ആർക്കിടെക്ചർ ഓഫ് ആൻഡ്രോയിഡ്. Okay, mainly the Android is a stack of software components which is of 5 sections, that is Linux kernel, libraries, Android runtime, application framework, then application. Okay, നമുക്ക് നോക്കാം ലിനക്സ് കേർണൽ എന്താണെന്ന് നോക്കാം. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും നോക്കാം. നെക്സ്റ്റ് നമുക്ക് ആർക്കിടെക്ചർ ഓഫ് ആൻഡ്രോയിഡ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 layers: ലിനക്സ് കേർണൽ, ലൈബ്രറീസ്, ആൻഡ്രോയിഡ് റൺ ടൈം, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, ദെൻ ആപ്ലിക്കേഷൻ. ഓക്കെ, ഓരോന്ന് നോക്കാം. സോ ആൻഡ്രോയിഡ് ഞാൻ പറഞ്ഞു ഇറ്റ്സ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് ഇസ് എ സ്റ്റാക്ക് ഓഫ് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ജസ്റ്റ് ഡിവൈഡ് ഇൻടു 5 sections. സോ ഫസ്റ്റ് ഇസ് ലിനക്സ് കേർണൽ. ലിനക്സ് കേർണൽ എന്താണെന്നുള്ളത് നോക്കാം. Linux kernel means it is Android uses a powerful Linux kernel. Linux kernel is actually the heart of the operating system that manages the input-output request from the software. Okay, this provides a basic, so operating system's functions എല്ലാം perform ചെയ്യും ഈ kernel എന്ന് പറഞ്ഞ component. So this provides basic system functionalities like process management, memory management, device management like camera, keypad, display, etc. The kernel handles all the things. Okay, Linux is good at networking and it is not necessary to interface it to the peripheral hardware. Peripheral devices in the ആവശ്യമൊന്നുമില്ല, അതിൽ തന്നെ ഇൻ്റർഫേസ് ഇൻബിൽട്ട് ആണ്. നെക്സ്റ്റ് ഇസ് കേർണൽ itself does not interact directly with the user but rather interacts with the shell and other programs as well as with the hardware devices on the system. അപ്പം യൂസർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യത്തില്ല കേർണൽ, പിന്നെ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ഷെൽ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ അവിടെ ലിനക്സിൻ്റെ ഒരു കേസിൽ പഠിച്ചു ഡിപ്പെൻഡൻറ്റ് കേർണൽ കോഡുണ്ട്, ഇൻഡിപെൻഡൻറ്റ് കേർണൽ കോഡുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെയർ, ദാറ്റ് ഈസ് ലിനക്സ് കേർണൽ. The second layer is library. Libraries means on the top of the Linux kernel there is a set of libraries including open source web browsers such as WebKit, library, libc. അതായത് ലൈബ്രറീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസേഴ്സ് WebKit ഉണ്ട്, ദെൻ ഫോർ ദ സ്റ്റോറേജ് പർപ്പസ് SQLite ഉണ്ട്. Then these libraries are used to play and record audio and video. Then SSL libraries ഉണ്ട് for internet security. ഇപ്പോൾ different types of libraries നമുക്ക് just ഒന്ന് നോക്കാം. SQLite means it is used to access data published by the content providers and includes SQLite database management classes.
Okay, then SSL means secure socket layer, that is used to provide internet security. Then OpenGL means it is used to provide Java interface. Java interface ഞാൻ പറഞ്ഞു, it supports a Java programming language. So Java interface support ചെയ്യുന്നതാണ് OpenGL. Then media framework means it is used to provide different media codecs which allows a recording and playback of different media formats support ചെയ്യും. Then WebKit is the open source web browser used to display the internet content. Okay, so these are the libraries. Okay, the next is Android runtime. So ഈ libraries ഒക്കെ include ചെയ്ത് for the well-defined function of the Android operating system. Okay, next is Android runtime. Third layer is on the top of the libraries built upon the is our Android runtime. Next layer is the Android runtime. Android runtime എന്ന് പറയുന്നത് actually it's a key component, contains a key component called the Dalvik virtual machine. Okay, what is this Dalvik virtual machine? It is a kind of Java virtual machine that is designed and optimized for Android operating system. That is, it is a software that runs apps on Android devices. It makes use of the Linux core features like memory management and multi-threading, which is in Java language. Dalvik virtual machine എന്ന് പറഞ്ഞാൽ Java virtual machine features virtual machine features, that means byte codes. നമുക്കറിയാം Java virtual machine ആണ് byte code ആയിട്ട് source code byte code ആയിട്ട് convert ചെയ്ത് byte code source code byte code ആണ്. It can be run on any platform. So ആ ഒരു feature include ചെയ്യുന്നുണ്ട്, plus multi-threading which is used in the Java language, അതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ആൻഡ്രോയിഡ് റൺ ടൈമിലെന്ന് വെച്ചാൽ which includes this Dalvik virtual machine. So Dalvik virtual machine enables every Android applications to run its own process and it executes the files in .dex formatലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. Okay, the fourth section is the application framework. Application framework layer, it provides many higher level services to applications such as Windows Manager, View System, Package Manager, Resource Manager. നിങ്ങൾ ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ടേംസ് ഒക്കെ കാണാം. അപ്പോൾ ആ ഒരു മാനേജറിനെ പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സസ് for the well-defined function of the operating system നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സസൊക്കെ ഓരോ പാക്കേജസ് എന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാക്കേജസും വിൻഡോസ് മാനേജറും വ്യൂ സിസ്റ്റം എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കിലാണ്. Okay, application developers are allowed to make use of these services in the application. Some of the application frameworks are Activity Manager, that is used to manage or complete the activity lifecycle of the application. Next is content providers, means used to manage the data sharing between the two applications. Next is telephony manager, means used to manage the voice calls. Then location manager is used to manage the locations obtained during the using the GPS. Okay, then resource manager, that is used to manage the different types of resources used in Android apps. ഈ application frameworks ഒക്കെയാണ് ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നത്. Okay, next last one is applications and features. Applications and features എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും വിൽ ഫൗണ്ട് അറ്റ് ദ ടോപ്പ് ലെയർ. അവിടെ നമ്മുടെ കോണ്ടാക്റ്റും ഹോമും that it can write the users on application and install it on this layer. Okay, example of such applications are contacts, books, browsers, services, etc. Each application performs a different role in the overall applications. Okay, so these are the different sections of an Android architecture. Okay, that's Linux kernel, libraries, Android runtime, then application framework, then applications and features. Okay, next we are going to discuss the advantages and disadvantages of Android operating system. So first advantage is Android is a Linux based open source operating system.
That is, Linux-based open source operating system means it can be developed by anyone, or our source code can be modified by anyone according to the user's need. Then easy access to Android apps. It supports all Google services. Okay. Then it supports multitasking. Multitasking means നിങ്ങളിപ്പോൾ ഒരു ഫോൺ ഫോണിലിപ്പം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പം ബ്രൗസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് മൾട്ടി ടാസ്കിങ്, ഡൂയിങ് വൺ തിങ് ആൻഡ് ക്യാൻ ഡു അനദർ ടാസ്ക് simultaneously. Okay, next is Android phone can also function as a router to share internet. It can install a modified ROM. It supports 2D and 3D graphics. So these are the advantages of Android operating system. Next, what are the disadvantages of Android operating system? Disadvantages of operating system is less memory storage. Background that is due to the small system storage, it is very hard to download heavy applications or to play heavy games on the phones. So less memory storage. Next, automatic closing of apps or games. It is major drawback of Android phones that large apps or games are forced to close, which is annoying. Annoying ആണെങ്കിൽ ആ ഒരു നമ്മളല്ലേ large app അല്ലെങ്കിൽ games എന്ത് ചെയ്യും, will be forced to stop. Okay. Then is data connection. Android phones uses lots of data because all the labs are processing in the background all the time. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഡേറ്റ കണക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് യൂസസ് ലോട്ട്സ് ഓഫ് ഡേറ്റ. ഓക്കെ, ദെൻ ബാറ്ററി ലൈഫ്. അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട് ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് it takes more battery life and decreases the battery performance. Okay, so these are the disadvantages of Android operating system. Less memory storage ആണ്, automatic closing of apps or games, then data connection takes loads of data, while കാരണം all the apps are processing in the background all the time. അതുകൊണ്ട് തന്നെ battery life, the performance ഡിക്രീസ് ചെയ്യും, ബാറ്ററി ലൈഫ് പെട്ടെന്ന് ഡിറ്റോറേറ്റ് ചെയ്യും. ഓക്കെ.